ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹാർട്ട് ചക്രയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മളുടെ 4ാമത്തെ ചക്രയാണ്. താഴത്തെ 3 ലോവർ ചക്രാസിനും മുകളിലത്തെ 3 അപ്പർ ചക്രാസിനും ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം പോലെയാണ് ഹാർട്ട് ചക്ര വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു 3D ലൈഫിൽ നിന്നും, ഒരു 3rd ഡയമെൻഷൻ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നും മുകളിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് ഉയരാനായിട്ട് വരുമ്പോൾ അതായത് 3D ലൈഫിനും സ്പിരിച്വാലിറ്റിക്കും ഇടയ്ക്കൊരു ബ്രിഡ്ജ് പോലെയാണ് ഹാർട്ട് ചക്ര ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ ആവുന്നത്. ഹാർട്ട് ചക്രയുടെ എലിമെൻ്റ് വായുവാണ്, എയറാണ്. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവിനെ പ്രതിനിധീകരിക്കുന്നു, ഫോർഗീവ്നെസ്സിനെ, ജോയ്, സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസുകളെ, റിലേഷൻഷിപ്സിൽ ഹാർമണിയെ ഒക്കെയും പ്രതിനിധീകരിക്കുന്നത് ഹാർട്ട് ചക്രയാണ്. അതായത് ഇതിൻ്റെ എലമെൻറ്റ് എയർ ആയതുകൊണ്ട് തന്നെ, വായു ആയതുകൊണ്ട് തന്നെ ഒരു സ്പേസാണ് ഇവിടെ, ഒരു ഇൻഫിനിറ്റ് ലവിൻ്റെ ഒരു സ്പേസാണ് നമ്മുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. ഹാർട്ട് ചക്രയുടെ ബീജ് മന്ത്ര യം ആണ്. അപ്പോൾ ഹാർട്ട് ചക്ര ഇംബാലൻസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, തെറ്റിദ്ധരിക്കും. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും. അതല്ലാതെ ഓവർ ഇമോഷണൽ ആയിരിക്കും. നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഭയങ്കരമായിട്ട് ഇമോഷൻസ്, അതായത് ആ ഒരു ഓവർഫ്ലോയിൽ നമ്മൾ എവിടെയൊക്കെയോ നമ്മളുടെ ഇമോഷൻസിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും, അതായത് ആൾക്കാരിലേക്കും സാഹചര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് അവിടെ പിന്നെയും പിന്നെയും നമ്മൾക്ക് ഒരു ചീറ്റിങ്ങിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മളുടെ അപ്സെറ്റ്സിൽ, നമ്മുടെ ഒരു ട്രോമാസിൽ കിടപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെയും നമ്മൾ അട്രാക്റ്റ് ചെയ്യും. നെഗറ്റീവ് തോട്ട് പാറ്റേൺ കാണും. നമ്മളുടെ ഹാർട്ട് ചക്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് കാണും, മൂഡ് സ്വിങ്സ് കാണും. അതായത് നമ്മൾക്ക് ഒരാളോട് മേ ബി ഒരു നിമിഷം ഒത്തിരി സ്നേഹം കാണിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്നേഹം ദേഷ്യമായിട്ടും വെറുപ്പുമായിട്ടും ഒക്കെ മാറും. ഒരു ലാക്ക് ഓഫ് സെൽഫ് ലവ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ സർഫേസിൽ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിംസ് ഒക്കെയും ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുമ്പോൾ ഫെമിനൈൻ എനർജി ആൻഡ് മസ്കുലൈൻ എനർജിയുടെയും മെയിൻ കൺസേൺസിലൊന്ന് ഈ ഒരു ഹാർട്ട് ചക്രയുടെ ബ്ലോക്കാണ്. അല്ലെങ്കിൽ അവർ അവേക്കനിങ്ങിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ഒരു ലവ് റിലേറ്റഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും അത് കിട്ടാത്തത് കൊണ്ട് തന്നെ അറ്റ് ലാസ്റ്റ് അവർ ലവിലൊരു വിശ്വാസമില്ലാത്തതുപോലെ ഈ ഒരു ഹാർട്ട് ചക്രയെ അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവേക്കനിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഹാർട്ട് ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ സെൽഫ് ലവിലായിരിക്കും, എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട് പാറ്റേണിലായിരിക്കും. നമ്മൾ ബോൾഡ് ആയിരിക്കും, എല്ലാ കാര്യത്തിലും ഒരു ബോൾഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും മൂവ് ആവാനും പറ്റും. അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും ആയിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എല്ലാ റിലേഷൻഷിപ്സിനെയും ഒരു പ്രോപ്പർ വേയിൽ അക്സെപ്റ്റ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ സെൽഫ് ഫോർഗീവ്നെസ് കൊടുത്തു കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ്സും കൊടുത്തു കഴിഞ്ഞിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ മറ്റുള്ളവരിൽ നിന്നും കിട്ടുകയാണെങ്കിൽ പോലും അത് വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് സ്വയം ഒരു അൺകണ്ടീഷണൽ ലവിലായിരിക്കും. എൻ്റയർ യൂണിവേഴ്സിനോടും അതേ ഒരു ലവ് വൈബ്രേഷൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരിൽ നിന്നും ഒരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും നമ്മൾ വെക്കാറില്ല. ഹാർട്ട് ചക്ര നമ്മളുടെ ബാലൻസ്ഡ് ആണെങ്കിൽ ഓരോ ആൾക്കാരെയും, അതായത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ സോൾസിനെയും ആ സോളിൻ്റെ ഒരു കോർ വാല്യൂവിൻ്റെ അനുസരിച്ച് അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും.
നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. അതായത് നമ്മുടെ സോൾ പർപ്പസിൻ്റെ ആദ്യപടി അല്ലെങ്കിൽ സോൾ പർപ്പസിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കും. അതായത് ഇംബാലൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓവർഫ്ലോ ആയി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷൻസിനെ നമ്മൾ ശരിക്കും ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് അതിനെ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഹാർട്ട് ചക്ര ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഹാർട്ട് ചക്രയുടെ കളർ ഗ്രീൻ ആണ്. അതായത് ഗ്രീൻ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ശരിക്കും ഒരു ആവശ്യമാണ്. ഹാർട്ട് ചക്രയുടെ ബാലൻസിങ്ങിന് ഒരു ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ എം എന്ന് പറയുന്ന ബീച്ച് മന്ത്ര ഡെയിലി 3 മിനിറ്റ് നമ്മൾ ഇൻഹേൽ എക്സൈലിൻ്റെ കൂടെ ജപിക്കുന്നതും ഉച്ചരിക്കുന്നതും ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹാർട്ട് ചക്ര ബാലൻസിങ്ങിനായിട്ടുള്ള അഫർമേഷൻസ് അവൈലബിൾ ആണ്. അതല്ലാതെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളും നമുക്ക് ഹാർട്ട് ചക്രയെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് കപാൽഭാതി, അലോം വിലോം പെട്ടെന്ന് ഇൻഹേൽ ചെയ്തിട്ട് അത്രയും ഫാസ്റ്റോടെ തന്നെ എക്സൈൽ ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് ചക്ര ബാലൻസ് ആവുന്നു. ഗ്രീൻ കളറിലുള്ള ഏതൊരു വെജിറ്റബിളും ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നതും ഹാർട്ട് ചക്ര ബാലൻസിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മളുടെ ഇന്നർ വർക്കിൽ ഹോപ്പോനോപ്പോനോ ഉൾപ്പെടുത്തുന്നതും, അത് ഈവൻ ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, അത് നമ്മൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഹോപ്പോനോപ്പോനോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് ചക്ര ശരിക്കും ബാലൻസ് ആവാറുണ്ട്. കാരണം ഹൊപ്പോനോപ്പോനോ ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് സെൽഫ് ഫോർഗീവ്നെസ്സിനും മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിന്, റെക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.